ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനാണെങ്കിൽ അമ്മയ്ക്ക് കേക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ പിന്നെ വിചാരിച്ചു ഫ്രൈഡ് ചിക്കനും കൂടെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇവിടെ 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. എന്നാൽ പിന്നെ നമുക്ക് കേക്ക് മേടിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ കേക്ക് മേടിക്കാൻ അംബ്രോസിയിൽ പോവാം. അവിടെ പോയി കേക്ക് മേടിച്ചിട്ട് വരാം. അപ്പോൾ ഇവിടെ കറക്റ്റ് ടൈമായിരിക്കും. ഓക്കെ, പിന്നെ ഇനി കേക്കൊക്കെ മേടിച്ച് ഇവിടെ നിന്ന് ചിക്കനും മേടിച്ചിട്ട് വീട്ടിലോട്ട് പോകണം. വീട്ടിലോട്ട് പോയി ഡെക്കറേറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. പറ്റുമെങ്കിൽ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണം. അങ്ങനെ ഞങ്ങൾ നേരെ അംബ്രോസിയിൽ വന്നായിരുന്നു കേക്ക് മേടിക്കാനായിട്ട്. പറഞ്ഞിട്ടുണ്ട്, കോഫി കുടിച്ചിട്ട് പോകാം. എന്തായാലും 30 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമല്ലോ. ഇങ്ങനെ നമ്മുടെ രണ്ടുപേരുടെയും കോഫി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് അംബ്രോസിയിൽ നിന്നൊരു കോഫി കുടിക്കുന്നത്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റായിരുന്നു. അങ്ങനെ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞു. അപ്പോഴത്തേക്ക് അവിടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞങ്ങൾ അതും മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയി. വീട്ടിലോട്ട് പോയപ്പോൾ തന്നെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തു. കുറച്ച് ബലൂണൊക്കെ വെച്ച് സെറ്റ് ചെയ്തായിരുന്നേ. ഹലോ, നമ്മളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തായിരുന്നു. കണ്ടോ, ചെറിയൊരു ഡെക്കറേറ്റാണ്. ഹാപ്പി ബർത്ത്ഡേ അമ്മ എന്നെഴുതിയൊരു കേക്കാണ്. ബട്ടർ സ്കോച്ചിൻ്റെ കേക്കായിരുന്നേ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ. അമ്മയാണെങ്കിൽ ശരിക്കും സർപ്രൈസ് ആയിപ്പോയി. കാരണം ബർത്ത്ഡേ കഴിഞ്ഞൊരു 4-5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു സെലിബ്രേറ്റ് ചെയ്തത്. അപ്പോഴാണ് ഒന്ന് ടൈം നമുക്ക് പറ്റിയ സാഹചര്യം ഒത്തു വന്നത്. അങ്ങനെ നമ്മൾ ചെയ്തത്. പിന്നെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നിങ്ങൾക്ക് തോന്നും, അയ്യോ ഇതെന്ത് ഡെക്കറേഷനാണെന്നൊക്കെ ചിലപ്പോൾ തോന്നുമായിരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ നമുക്ക് സന്തോഷം നമുക്ക് എന്താണ് സന്തോഷം അതുപോലെ നമ്മൾ ചെയ്തു. ചെറിയൊരു രീതിയിലായാലും അമ്മയെ മാക്സിമം ഹാപ്പിയാക്കാൻ നമ്മൾ നോക്കിയായിരുന്നു. പിന്നെ ഇതൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതാണ്. ഞാൻ ചെറിയൊരു ഹാമ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ സംഭവമൊന്നുമില്ല. അമ്മയ്ക്ക് ചുരിദാർ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് ചുരിദാർ മെറ്റീരിയലാണ് ഇഷ്ടം. അപ്പോൾ അത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ എല്ലാവരുടെയും ഒരു ഗ്രീറ്റിംഗ് കാർഡും 2 ചോക്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ചെറിയൊരു ഹാമ്പറായിരുന്നു കേട്ടോ. പിന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല ഇങ്ങനെ ഹാമ്പറൊക്കെ കൊടുക്കും, അല്ലെങ്കിൽ ഗിഫ്റ്റ് കൊടുക്കും, കേക്ക് കട്ട് ചെയ്യുമെന്നൊക്കെ. ഓൾറെഡി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു, ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ആരും തന്നില്ലല്ലോ, ചുമ്മാ കളിക്ക് ഇങ്ങനെ പറയത്തില്ലേ, അങ്ങനെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇതൊക്കെ ചെയ്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പിന്നെ ഞങ്ങൾ ചിക്കനൊക്കെ മേടിച്ചെന്ന് പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെ ചിക്കനൊക്കെ കഴിച്ചു. എല്ലാവരുമായിട്ട് ഭയങ്കര ഹാപ്പി, നല്ലൊരു ദിവസമായിരുന്നു. അങ്ങനെ എല്ലാവരുമായിട്ട് ഫുഡൊക്കെ കഴിച്ചു. നമ്മൾ ചിക്കൻ കഴിക്കുന്ന സമയത്തും അവൾക്കും വേറെ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കുറച്ച് നേരം ഞാനും അവളും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചിക്കുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടാറ്റാ, ബൈ ബൈ.